കുടുംബജീവിതത്തിലെ അസ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ ഒരു കാര്യം ഭാര്യയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇന്ന് അത് ഇല്ലാതെ പോയിരിക്കുകയാണ്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്, റെസ്പെക്ട് ചെയ്യുകയാണ്, ഭാര്യയെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിയുന്നുണ്ടോ? സ്വന്തം ഭാര്യ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള അത്രമാത്രം ഒരു പവർ നമുക്കുണ്ടോ സഹോദരന്മാര്? ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും ആദരവും സ്നേഹവും മഹബത്തും ഒരുമിച്ച് കൂടുമ്പോഴാണ് അതിൽ അതുപോലെയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളൂ. പ്രശ്നവും കച്ചറയും കുതൂഹലവും നായാട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചുള്ള സംസാരവും കേട്ട് വളരുന്ന പിഞ്ചു പൈതങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെറുപ്പത്തിലെ കടന്നു വരുന്നത് ഈ പ്രശ്നങ്ങളും കച്ചറയും കുതൂഹലവും ഈ വേണ്ടാത്ത സംസാരങ്ങളുമാണെങ്കിൽ ആ കുട്ടികൾ വലുതായി ഒരു പക്വതയെത്തി വിവാഹപ്രായമെത്തി വിവാഹം കഴിയുമ്പോ സഹോദരന്മാരെ ഇതായിരിക്കും അവരിൽ നിന്ന് പുറത്തേക്ക് ചാടുക. അവരുടെ സ്വഭാവവും ഇതേ രൂപമായിരിക്കും. അവരുടെ ജീവിതവും അങ്ങനെ എന്നും പ്രതിസന്ധി പ്രശ്നങ്ങളുള്ള ഒരു ജീവിതം ആ കുടുംബജീവിതത്തിൽ കടന്നു വരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ നാം തയ്യാറാവണം. മതപരമായ വിജ്ഞാനത്തിന്റെ കുറവ് ഈ കാലഘട്ടത്തിൽ വളരെ കൂടി വരികയാണ്. മക്കളെ നമുക്കൊക്കെ വലിയ ആഗ്രഹമാണ്, ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം, വലിയ ഡിഗ്രി വേണം, ഡിപ്ലോമ വേണം, പ്രൊഫഷണൽ കോഴ്സ് വരെ എൻ്റെ മകൻ ഇങ്ങനെ ഉയർന്നു വരണം, എന്നിട്ട് നല്ല സാലറി വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന നല്ല ജോലി വേണം. ഇത് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? എന്നാൽ സഹോദരന്മാരെ, അൽ ഖയ്യിസു മൻ അമില ലിമാ ബഅദൽ മൗത്ത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ബുദ്ധിമാൻ ആരാണ്? അൽ ഖയ്യിസു മൻ, ബുദ്ധിമാൻ ഒരുത്തനാണ്, അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇത് പറയുന്നത് ആരാണ്? ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ അസ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി. മരണശേഷമുള്ള ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമാനായി മാറണം നമ്മൾ. നമ്മുടെ മകൻ കോളേജിൽ പഠിക്കട്ടെ, അവൻ ഡിഗ്രികൾ വാങ്ങട്ടെ, എന്തുമാവട്ടെ, പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷം കുറഞ്ഞ സമയം പരിശുദ്ധ ഖുർആൻ എന്റെ മകന് ഓതാൻ അറിയുമോ എന്നെങ്കിലും ഒരു രക്ഷിതാവ് അന്വേഷിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മളും ഓതണം, അപ്പോഴേ മകൻ ഓതാനുള്ള. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറി വന്ന് വാപ്പ മൊബൈലിലാണ്, ഉമ്മ അപ്പുറം മൊബൈലിലാണ്, മക്കളും മൊബൈലിലാണ്, പരസ്പരം സംസാരമില്ല, ഐക്യമുണ്ടാവേണ്ടടുത്ത് ഐക്യമില്ല. ലോകത്തിന്റെ വിവിധ, വേൾഡ് ഈസ് ഗ്ലോബൽ വില്ലേജ് എന്നാണല്ലോ പറയുന്നത്. ലോകം ഒരു കുഗ്രാമമായി മാറിയിരിക്കുകയാണ്. ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരാളെ ഏയ് എന്ന് വിളിച്ചാൽ അവിടെ ഉള്ള ആള് ഓയ് എന്ന് ഇങ്ങോട്ട് മറുപടി പറയും. എന്ന പോലെ ഇവിടെയുള്ള ആള് അമേരിക്കയിലുള്ള ആള് വിളിക്കാം, സാൻ ഫ്രാൻസിസ്കോയിലുള്ള ആളോട് സംസാരിക്കുകയാണ് തന്റെ വീട്ടിൽ റൂമിൽ ഇരുന്നു കൊണ്ട്. ലോകം മുഴുവൻ നമ്മുടെ മേശപ്പുറത്ത് ഒരു കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇവിടെയുണ്ട്. അവൻ വിചാരിച്ചത് എന്തുമുണ്ട്. പിന്നെ അവന്റെ വയോധികനായ, അവന്റെ പ്രായമുള്ള, ഉരവേദനയും തലവേദനയും പ്രയാസവും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പ്രയാസപ്പെടുന്ന, അവനെ പോറ്റി വളർത്തിയ, അവനാക്കി മാറ്റിയ അവന്റെ ഉപ്പയെ നോക്കാൻ അവന് സമയമില്ല, അവന്റെ ഉമ്മയെ നോക്കാൻ അവന് സമയമില്ല. കാരണം അവൻ അതോ ലോകത്താണ്. ഇതുള്ള സംഭവല്ലേ, ഞാൻ വെറുതെ പറയല്ലോ. അവന്റെ ഉമ്മാനെ നോക്കാൻ അവന് സമയമില്ല. ഒരാളടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എന്താ വിഷയം എന്നറിയോ? വന്ന് കരയാൻ, ഒരു കരച്ചില്. എന്റെ മകന് മൊബൈല് ഇത് പറഞ്ഞ് കരയാ, പിന്നെ ബാക്കിയൊന്നുമില്ല സംസാരം. എന്താ ചോദിച്ചപ്പോ എന്താ പറഞ്ഞതറിയോ? എന്റെ മകൻ എന്റെ മോന്തക്ക് അടിച്ചു. എന്തിനാ നിങ്ങളെ മോന്തക്ക് നിങ്ങളുടെ മകൻ അടിച്ചതെന്ന് ചോദിച്ചപ്പോ അവൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ അവനെ കുറെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു, അവൻ വന്നില്ല.
അവസാനം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് അവന്റെ കൈ പിടിച്ച്, മോനെ മൊബൈൽ അവിടെ വെക്ക്, ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എന്റെ മുഖത്ത് അടി കിട്ടി. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം കാലത്തിന്റെ അവസ്ഥ എന്താണ് ലോകത്തിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്റെ മകന് വാപ്പ എന്താണ്, ഉമ്മ എന്താണ്, അവരെ സ്നേഹിച്ചാൽ, ആദരിച്ചാൽ, ബഹുമാനിച്ചാലുള്ള മഹത്വം എന്താണ് എന്ന് ഇവന്റെ കൽബിൽ കയറണ്ടേ, ഇവനിത് അറിയണ്ടേ. അതറിയാനുള്ള മജ്‌ലിസുകളിലേക്ക് അവനെ കൊണ്ടുവന്ന് ഇരുത്തണം, നമ്മള് കാണിച്ചു കൊടുക്കണം. അവൻ 5 വക്ത് നിസ്കരിക്കുന്ന മകനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ കഴിയോ? മൊബൈൽ ഇന്ന് സ്കൂളിലെ പഠനവും കോളേജിലെ പഠനവും മറ്റു ഇമെയിലും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ വീട്ടിൽ കത്തി കൊണ്ട് നല്ലത് മുറിക്കാൻ പറ്റും. അതേ സമയത്ത് അതെടുത്ത് വാപ്പനെ മുറിച്ചാലോ ഉമ്മനെ മുറിച്ചാലോ പറ്റില്ല. എന്ന പോലെ ഇത് എന്തിനു ഉപയോഗിക്കണം എന്നത് തന്നെയാണ് മൊബൈൽ ഫോൺ. നല്ലതിന് ഉപയോഗിക്കാം, അതുകൊണ്ട് ഖുർആൻ ഓതാം, അതിൽ നോക്കി സിനിമയും കാണാം. എന്തിനത് ഉപയോഗിക്കണം എന്ന രൂപം പഠിപ്പിച്ചു കൊടുക്കാൻ രക്ഷിതാവായ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സഹോദരന്മാരെ, കുറച്ചു കാലേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഇരിപ്പുറപ്പുണ്ടാകുള്ളൂ. പിന്നെ ഇവര് നമ്മളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊരു ഡിസ്റ്റർബായി മാറും വീട്ടിൽ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, മഹബത്തോടെ നല്ല മട്ടത്തിൽ മക്കളെ സ്നേഹിച്ച് മക്കളോട് സംസാരിക്കാനുള്ള സമയം നമ്മൾ കാണും. ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് പരസ്പരം സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതില്ലാതെ പോകുന്നത് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായി സംസാരിക്കും. ഭാര്യയോട് 5 മിനിറ്റ് നല്ലപോലെ സംസാരിക്കാനുള്ള സമയം ഭർത്താക്കന്മാർക്ക് കുറഞ്ഞു വരിക. ആ സംസാരിക്കേണ്ട സമയത്താണ് 4 മൊബൈൽ. ഇന്നിപ്പം കച്ചറ, ഏത് അങ്ങാടി പോയാലും ഒച്ചപ്പാട് കുറവാ. ഒരു പോസ്റ്റ് ഉണ്ടായാൽ മതി, 10 ആളുണ്ടെങ്കിൽ ആ 10 ആള് മൊബൈൽ. വേറെ ഏതോ ലോകത്തായിട്ട് പരസ്പരം സംസാരം ഇല്ലാതിരിക്കാൻ. ട്രെയിനിൽ പോകുമ്പോൾ അതിനേക്കാൾ സൗണ്ടില്ല, ശബ്ദമില്ല, സംസാരമില്ല. എല്ലാവരും മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കാം. ശാന്തമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ചെയ്യാം. ദിക്റൊക്കെ ചൊല്ലിരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല റാഹത്താ, കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ പരസ്പരം സ്നേഹവും ഐക്യമില്ലാത്ത കാലഘട്ടം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവസാനം നമ്മുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ദീന്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അഹ്ലുകാരായി മാറണം നമ്മുടെ മക്കള്. ഇതുപോലെ ദിക്റിന്റെ, സ്വലാത്തിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കണം, ആണ്ടുകളിൽ പങ്കെടുക്കണം. മഹ്ദൂദങ്ങൾ ആണ്ട് നേർച്ചയിൽ എന്റെ മകൻ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ വരുന്ന ശനിയാഴ്ച മഹാനായിരിക്കുന്ന ഐദ്രൂസി സാദാത്യങ്ങളുടെ ഏറ്റവും വലിയ ഉപ്പാപ്പയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഉപ്പാപ്പ ഇവിടെ മറവട്ട് കിടക്കുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ ഉപ്പാപ്പ വല്യപ്പയായി വരും. ആ മഹാനവറുകളുടെ ആണ്ട് നേർച്ച വരികയാണ്. ആ ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന വലിയ സ്ഥാനമുള്ള മഹാനുഭാവനാണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ടുണ്ടോ? സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ മകൻ, എന്റെ പേരക്കുട്ടി അവിടെ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അതൊക്കെ ചെന്ന് കാണിച്ചു കൊടുത്ത് അവരെ ഔലിയാക്കന്മാരുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ. അപ്പോഴാണ് മക്കൾക്ക് ഒരു മാറ്റങ്ങൾ വരും. അവരുടെ ജീവിതത്തിൽ ഇഖ്ലാസിന്റെ കാതലുകൾ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. ഔലിയാക്കന്മാരുടെ മസാറുകളിൽ അവിടെ ചെന്ന് നിന്നാൽ തന്നെ മതി, അവരുടെ ബർക്കത്ത് കൊണ്ട് മക്കൾ നന്നായി വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രൂപത്തിലുള്ള ജീവിതമാവട്ടെ നമ്മുടെ ജീവിതം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഒരു ജീവിതം, എന്തെങ്കിലും ഒരു ദീനി പ്രവർത്തനം നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്റഫുൽ ഹൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം സൗകര്യം ഉണ്ടായിരുന്നു, ദുനിയാവ് മുഴുവനും കിട്ടിയിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനായിരുന്നു അവിടെ സെലക്ട് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പറഞ്ഞു കൊടുത്തപ്പോ, പരിശുദ്ധ ദീനിന്റെ ആശയാദർശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ എതിരാളികൾ അവിടത്തേക്ക് കല്ലെറിഞ്ഞു. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലിട്ട് നിസ്കരിക്കുന്ന സമയം എന്തെല്ലാം ചെയ്തു കൂട്ടി. അവിടുന്ന് പ്രയാസപ്പെട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ് അങ്ങയുടെ അരികിലേക്ക്, അങ്ങ് വിഷമിക്കേണ്ടതില്ല. അജ്അലു ഹാദിഹിൽ ജിബാല ദഹബ യാ റസൂലല്ലാഹ്,
ഈ കാണുന്ന പർവ്വതങ്ങളുണ്ടല്ലോ അത് മുഴുവനും സ്വർണമാക്കി തരട്ടെയോ അങ്ങേക്ക് ഞാൻ. ഒരു ചോദ്യ അള്ളാഹ് പറഞ്ഞേച്ചതാ എന്നെ, ഇത് മുഴുവനും അങ്ങേക്ക് സ്വർണമാക്കി തരാം. എന്താണ്? ഒരു കല്ലിന്റെ കഷ്ണമല്ല, ഒരു ചരക്കല്ലല്ല, ഈ കാണുന്ന പർവ്വതങ്ങൾ എന്നാ പറയുന്നത്. ജിബാൽ, ജബലിന്റെ ജമ്മല്ലേ, ജിബാൽ പർവ്വതങ്ങൾ. അള്ളാന്റെ റസൂലിന് ഒക്കെ പറഞ്ഞാ മതി, ലോക കോടീശ്വരനായി മാറുകയാണ്. അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഓ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം. അവിടുന്ന് പറഞ്ഞ മറുപടി, ഹാദിഹി ദാറു ലിമൻ ലാ ദാറ ലഹു വഹാദൽ മാലു ലിമൻ ലാ മാല ലഹു. ഓ ജിബ്രീലേ, ഹാദിഹി ദാറു, ഈ വീടുണ്ടല്ലോ, ഈ ദുനിയാവെന്ന് പറയുന്ന വീട്, ഇത് ആർക്കുള്ളതാ? ലിമൻ ലാ ദാറ ലഹു, വീടില്ലാത്ത ഒരു മനുഷ്യൻ വാടകയ്ക്ക് താമസിക്കുന്നത് പോലെയുള്ള ഒരു താമസം, അങ്ങനത്തെ ഒരുത്തനക്കുള്ള ഒരു വാടക വീടാണിത്. അതുപോലെയാ വീടില്ലാത്ത മനുഷ്യൻ, അവൻ വാടക വീട്ടിൽ താമസിക്കുന്നു, തൽക്കാലമാണ് ജീവിക്കുന്നത്. അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ഭയങ്കര മുതലാളിയായി നടന്നാൽ എല്ലാ ആളുകൾക്കും അറിയല്ലോ എത്ര മുതലാളിയായാലും വീടില്ല എന്നുള്ളത്. വീടില്ലാത്തവർക്കൊക്കെ അല്ലാഹ് വീട് കൊടുക്കുമാറാവട്ടെ. വാടക വീട് മോശം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെയും ഹൈറായ വീടുണ്ടാക്കാൻ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹാദിഹി ദാറു ലിമൻ ലാ ദാറ ലഹു, ഇത് താൽക്കാലിക വീടാണ്. വീടില്ലാത്തവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള ഒരു ഇടമാണ് ജിബ്രീലേ. രണ്ടാമത് പറയുന്നു, ഹാദൽ മാലു, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ പർവ്വതങ്ങൾ മുഴുവനും സ്വർണമാക്കി തരാമെന്ന്, ഈ പണം മുഴുവനും ഉണ്ടല്ലോ. ഹാദൽ മാലു ലിമൻ ലാ മാല ലഹു, പണമില്ലാത്ത ഒരുത്തനക്ക് തൽക്കാലം കിട്ടുന്ന ഒരു പണം പോലെയാണ് ഇതുകൊണ്ട് നമുക്ക് ഖബറിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? പോകുന്നത് വരെ താൽക്കാലികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആരോ കടം തന്നതുപോലെ അള്ളാഹു നമുക്ക് തൽക്കാലം മരിക്കുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ തൽക്കാലം തന്ന പണമല്ലേ ജിബ്രീലേ? അതുകൊണ്ട് എനിക്ക് അതൊന്നും സ്വർണമാക്കി തരേണ്ടതില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ വീടുണ്ടെങ്കിൽ, വാഹനമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം, ഇത് അള്ളാഹ് തൽക്കാലം തന്ന സാധനമാണ്. ഇത് എപ്പോഴാണ് അള്ളാഹു തിരിച്ചു വിളിക്കുക എന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് എന്റെ ശരീരത്തിന്റെ മുകളിൽ, മൂടുകല്ലിന്റെ മുകളിൽ മിൻഹാ ഖലഖനാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്വന്തം മക്കള്, കൂട്ടുകുടുംബാദികൾ മണ്ണ് വാരിയിടുന്നത് ഇന്നോ നാളെയോ മറ്റന്നാളെയോ നമുക്കറിയില്ല സഹോദരന്മാരെ, ഒന്നും അറിയില്ല. എത്ര മരണങ്ങളാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും മരണം സംഭവിച്ചത്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് മരണ ചിന്ത നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനെ കുളിപ്പിക്കണം, തൗബ ചെയ്തുകൊണ്ടിരിക്കണം. പാപങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടി റമളാനിൽ ഞാൻ തൗബ ചെയ്യാമെന്ന് കരുതി നിൽക്കരുത്. ഓരോ ദിവസവും അള്ളാഹുവിനോട് കരഞ്ഞ്, പടച്ചവനെ എന്റെ അരികിൽ സംഭവിച്ചു പോയ തെറ്റുകൾ നീ പുറത്തു തരണം റബ്ബേ. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിൽ ഒരു സോഫ്റ്റ് വരുന്നത്, അതിനനുസരിച്ചാണ് അതിന്റെ ഉത്തരം. അള്ളാഹ് അത്ര ഇഷ്ടം അള്ളാഹ്ക്ക്. നമ്മൾ അങ്ങോട്ട് ചെറുങ്ങനെ ചോദിച്ചാൽ തന്നെ വലിയ സന്തോഷമാണ്. എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹ് പുറത്തു തരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ പടച്ചവനെ എനിക്ക് നീ പുറത്തുകൊണ്ട റബ്ബേ എന്ന് പറഞ്ഞ അള്ളാഹ് പുറത്തു തരും. പൊറുക്കപ്പെടാത്ത പാപങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നിഅമത്തുകളുടെ കവാടങ്ങൾ തുറക്കപ്പെടാൻ പ്രയാസമായി മാറും. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴയില്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് അവിടുത്തെ ജനത മുഴുവനും അവിടേക്ക് വരാം മൂസാ നബിയുടെ അരികിലേക്ക്. മൂസാ നബിയെ മഴയില്ലല്ലോ, എന്ത് ചെയ്യും? അവിടുന്ന് ദ്വാരുന്നു അള്ളാഹിനോട്, ധാരാളം ദ്വാരുന്നിട്ടും മഴ പെയ്യുന്നില്ല. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹിനോട് ഒരു ടെക്നിക്ക് പ്രയോഗിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ കൊണ്ട ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന റസൂലുള്ളാഹിനെ വിളിച്ചു കോർക്കുക, റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് മഴ വരണം. അപ്പൊ ഒരു വിളിയാളം വരികയാണ്, മൂസാ നബിയെ, നിങ്ങളെ കൂട്ടത്തില് ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഒരു പാപി, അവൻ തൗബ ചെയ്യാത്ത ഒരുത്തനുണ്ട്. അതുകൊണ്ട് അവൻ ചെയ്ത പാപത്തിന് തൗബ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മഴ അവിടെ പിടിച്ചു വെച്ചിരിക്കുക, അല്ലാഹു തആല ഇറക്കിയിട്ടില്ല, നിഅമത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഈ മനുഷ്യൻ അത് കേൾക്കുക.
ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ തന്റെ കുപ്പായം തലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് ചിന്തിക്കാണ്, പടച്ചോൻ എന്റെ കാരണം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ വെള്ളമില്ലാതെ മരിക്കാൻ പോവുകയാണ്. യാ അല്ലാഹ് ജിബ്തു ഇലാ ബാബിക യാ റബ്ബി, ഞാനിത് റബ്ബേ നിന്റെ തൗബയുടെ കവാടത്തിലേക്ക് വന്നിരിക്കുകയാണ്, എനിക്ക് പുറത്തു കൊണ്ട റബ്ബേ. പറച്ചിൽ ഇയാൾ മെല്ലെ പറഞ്ഞിട്ടുള്ളൂ. അതിശക്തമായ മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങൾ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കാര്യങ്ങൾ വ്യക്തമാക്കി. ഒരാൾ ഈ കൂട്ടത്തിൽ പാപിയുണ്ട്, അദ്ദേഹം അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയപ്പോ മഴ പെയ്തു എന്ന്. അപ്പൊ ആളുകൾ ചോദിക്കുക, ആളൊന്ന് കാണിച്ചു തരൂ. അപ്പോ മൂസാ നബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അള്ളാഹു ആ മനുഷ്യനെ എനിക്ക് തന്നെ കാണിച്ചു തന്നിട്ടില്ല, ആ മനുഷ്യനെ വഷളാക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് പിന്നെ ഈ പടച്ചോൻ കാണിച്ചു തരാത്തൊരു സംഗതി ഞാൻ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാന്നാ ചോദ്യം. കാരണം അള്ളാഹ്ക്ക് മനുഷ്യനോടുള്ള അടിമയോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു വഷളാക്കുകയില്ല, അത്രക്കും സ്നേഹം. ആ അള്ളാഹിനെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്ത് ഇഖ്ലാസോടുകൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കുമാറാവട്ടെ, ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തുമാറാവട്ടെ.